പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു താരം തന്നെയാണ് മൃദുല. മൃദുലയും പാർവതിയും കൂടി ഇപ്പോൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങിയതിന് ശേഷം പ്രേക്ഷകർ ഭൂരിഭാഗം പേരും ഇവരുടെ പിന്നാലെ തന്നെയാണ് എന്ന് പറയാം. ഇപ്പോഴിതാ എല്ലാത്തിനും സഹായിക്കാൻ കുടുംബത്തിലെല്ലാവരും ഉള്ളത് ഒരു സന്തോഷമാണ് എന്ന് തന്നെ പ്രേക്ഷകരും പറയുകയാണ്. മൃദുലയും പാർവതിയും ആകെ പെട്ടുപോകുന്നൊരവസ്ഥ വരുന്നത് അക്കൗണ്ടിങ്ങും കണക്കുകളും നോക്കുമ്പോഴാണ്. സ്റ്റോക്ക് വന്നതും ഫണ്ട് വന്നതും ഒക്കെ തന്നെയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതലും വരുന്നത്. എന്നാൽ അതിനെ സഹായിക്കാൻ മൃദുലയുടെ അച്ഛൻ കൂടെ തന്നെ ഉണ്ട്. എല്ലാത്തിനും എപ്പോഴും സഹായിക്കുന്നത് അച്ഛൻ തന്നെയാണ് എന്നാണ് മൃദുല പറയുന്നത്. മൃദുല തന്നെയാണ് ഈ കണക്കുകളെല്ലാം നോക്കുന്നത്. മൃദുല അത് കൃത്യമായി നോക്കുന്നത് കൊണ്ട് തന്നെ പ്രേക്ഷകർ അത് മനസ്സിലാക്കുന്നുമുണ്ട്. ഇപ്പോഴിതാ മൃദുലയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോഴും പ്രേക്ഷകർ അത് പ്രത്യേകം സ്നേഹം കൊണ്ട് തന്നെയാണ് കേൾക്കുന്നത്. ആരാധകർ ഓരോ തവണയും കേൾക്കുന്ന വാർത്തകൾ ഓരോ തവണത്തെ പോലും സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുകയും വൈറലാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരാധകർ ഇപ്പോൾ മൃദുല കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. മൃദുലയെ പോലെ തന്നെയാണ് മൃദുലയുടെ സഹോദരിയും. എന്നാൽ മൃദുല തന്നെ എല്ലാ കാര്യങ്ങളും നോക്കുകയും റീലിന് വേണ്ടി സമയം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ റീല് പരീക്ഷിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലുമൊക്കെ കസ്റ്റമേഴ്സിനെ കിട്ടുമെന്ന് ഇപ്പോൾ മൃദുലയ്ക്ക് നന്നായി അറിയാം. അതുവഴി തന്നെയാണ് മൃദുല ഇപ്പോൾ കസ്റ്റമേഴ്സിനെ നേടിയെടുക്കുന്നത്. ഇപ്പോൾ നല്ല സ്റ്റോക്കുകൾ മുന്നോട്ട് കൊണ്ടുപോയി തന്നെ തൻ്റെ കച്ചവടം നന്നായി മിന്നിക്കുകയാണ് ഇപ്പോൾ മൃദുലയും പാർവതിയും. അക്കൂട്ടത്തിൽ ഇതാ മൃദുലയ്ക്ക് ചെറിയ സന്തോഷമെന്ന് പറഞ്ഞതുപോലെ സിനി ലീഫിൻ്റെ വാർത്ത കൂടി എത്തിയതോടെ പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കുന്നു. ഇപ്പോൾ മൃദുലയും പാർവതിയും കുറിച്ച് ആരൊക്കെ നല്ലത് പറഞ്ഞാലും അവരെക്കുറിച്ചെല്ലാം നന്ദിയോടെ തന്നെയാണ് മൃദുലയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുള്ളത്. മൃദുലയും പാർവതിയും അവരെക്കുറിച്ചുള്ള വാർത്തകൾക്കൊന്നും അങ്ങനെ പ്രതികരണം നൽകാത്തവരാണ്. എന്ത് റൂമർ വാർത്തകളായാൽ പോലും പ്രേക്ഷകരുടെ അടുത്ത് പ്രതികരണവുമായി വരാത്തവരാണ്. എന്നാൽ ഇപ്പോൾ അവരെ ഒരു പിന്തുണയ്ക്കുന്ന ഒരു വാർത്ത വന്നപ്പോൾ അത്രമാത്രം പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞെത്തുകയാണ്. എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യാൻ മൃദുല തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. പാർവതി ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും അകത്തളത്തിൽ നിന്നാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് എടുക്കുന്നത്, സ്റ്റോക്ക് കൊടുക്കുന്നത്, കസ്റ്റമേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതെല്ലാം തന്നെ പാർവതിയാണ്. മറ്റ് കണക്കുകളുടെ രീതിയായാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും പ്രൊമോഷനായാലും അതെല്ലാം ചെയ്യുന്നത് മൃദുലയും. ഇവർ പരസ്പരം മാറി മാറി തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയാം. അല്ലാതെ ഒരാൾ സ്ഥിരമായി ഒരു ജോലി ചെയ്യുന്നില്ല. മാറി മാറി ഇവർ പരസ്പരം ഏറ്റെടുക്കേണ്ട ജോലിയെല്ലാം തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഇതിലൂടെ തന്നെ മനസ്സിലാകുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും അത് പറയുന്നുമുണ്ട്. ഈ സഹോദരിമാരുടെ സ്നേഹം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഇപ്പോൾ അന്താളിച്ചു പോകുന്ന രീതിയിലേക്ക് പോകുന്നത്. എല്ലാവരും അത് തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ ഓരോ തവണയും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നതും നമ്മൾ കാണുന്നതും സത്യമാണ് എന്ന് തന്നെ പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്ത അത്രമേൽ തന്നെ പ്രയാസമായി മാറുകയാണ്. കാരണം എത്രയും പെട്ടെന്ന് പ്രേക്ഷകർക്ക് അറിയേണ്ടതും ഇതുതന്നെയാണ്. ഇപ്പോൾ മൃദുലയെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ പ്രേക്ഷകർ അത് വൈറലാക്കുക തന്നെയാണ് ചെയ്യുന്നത്. സീരിയലിനോടൊപ്പം തന്നെ ബിസിനസ്സും മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെയധികം പ്രയാസമാണ്. എന്നാൽ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മൃദുല കാണിച്ചു തരികയാണ്. പ്രയാസം തന്നെയാണ്, ഒട്ടും എളുപ്പമല്ല. അതോടൊപ്പം 2 കുരുന്നുകളുമുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സഹായം എന്നോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. സമയാസമയം അമ്മ ഭക്ഷണം വെച്ച് തരികയും അച്ഛൻ ഇത്തരം കണക്കുകൾക്കൊക്കെ സഹായിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്നുണ്ട്. യുവയും ഇപ്പോൾ തിരക്കിലാണ്. യുവയ്ക്ക് സീരിയലുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. മൃദുലയുടെ തിരക്ക് യുവയ്ക്കും മനസ്സിലാകുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.